ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഈ വ്ളോഗിൽ ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഈ ലിസ്റ്റ് ഓഫ് സാധനങ്ങളാണ് ഇനി വാങ്ങിക്കാനുള്ളത്. ഞങ്ങൾ പോകുന്നത് അമര എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റിസോർട്ടിലെത്തിയിട്ട് കാണാം. ബാർബിക്യൂനുള്ള ചിക്കൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പിന്നെ പോയത് സോസേജും ഫിഷും വാങ്ങിക്കാനായിട്ടായിരുന്നു. ഫിഷ് ഞങ്ങൾ ബാസ എന്ന് പറഞ്ഞ മീനാണ് നോക്കി പോയത്, പക്ഷെ അത് കിട്ടിയില്ല. പകരം ഞങ്ങൾ നട്ടർ എന്ന് പറഞ്ഞൊരു മീനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് അവിടെ തന്നെ കൊടുത്ത് ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാക്കി ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. ആയുർവേദ സ്പെഷ്യൽ റിസോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ വെൽക്കം ഡ്രിങ്ക് ഒരു സ്പൈസസ് ഒക്കെ ചേർത്തൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, അമര ആയുർവേദ റിട്രീറ്റ്. പൂളുണ്ട്, പിന്നെ ഇതൊരു ക്വാറിയാണ്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ക്വാറി സൈറ്റിലാണ് ആക്ച്വലി. അപ്പോൾ ഇവർ ക്വാറിയൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം പ്രോപ്പർട്ടിയുടെ അകത്ത് വരുന്നുണ്ട്, കുറച്ച് ഭാഗം പ്രോപ്പർട്ടിയുടെ പുറത്തായിട്ട്. ഇങ്ങനെ കോട്ടേജസ് ഉണ്ട് ഇവിടെ. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഇതൊരു ആയുർവേദ സ്പെഷ്യൽ റിസോർട്ടല്ലേ, അപ്പോൾ ഇവിടെ കുറേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും പാക്കേജസൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ആ സൈഡിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തും ക്വാറി ആയിരിക്കും, നോക്കട്ടെ. നല്ല ആഴമുള്ള ക്വാറിയാണ് പേര്. ഇവിടെയും കുറച്ച് കോട്ടേജസ് ഉണ്ട്. നേരെ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ റൂം തുറക്കാൻ വാഷ്റൂം. ബാൽക്കണി വ്യൂ ആണ്. ഇവിടെ എക്സ്ട്രാ ഒരു ബെഡുണ്ട്. സോ ഞങ്ങളുടെ റൂമിൽ 3 പേരാണ്. ഞാൻ, ദിവ്യ, ചിത്ര. ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ റൂം. അപ്പോൾ ഒരു എക്സ്ട്രാ ബെഡും കൂടി തന്നിട്ടുണ്ട്. കൊള്ളാം. അരേ വാ, ബ്യൂട്ടിഫുൾ ബാൽക്കണി. തുറക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് കാറ്റ് അടിപൊളി. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വ്യൂ. നല്ല ആംബിയൻസ്. നല്ല തണുപ്പുണ്ട്, കല്ലാണല്ലോ, അതുകൊണ്ട് തന്നെ റൂമിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ തുറന്നിട്ട കാറ്റുണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്. പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് താഴെ ചെല്ലാം. താഴെ പോയി ഇനി ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 1
ചായയും സ്നാക്സും വന്നിട്ടുണ്ട്. പക്കോട ഉണ്ട്, നല്ല ചൂട് പഴംപൊരിയുണ്ട്. ചായ, കോഫി, പക്കോട, പിന്നെ പഴംപൊരി. ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് ആൻഡ് ടീ. ഞങ്ങൾ ബാർബിക്യൂ കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായ, സ്നാക്സ്, കോഫി അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. ഈ പൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കടൽ വെള്ളത്തിൻ്റെ പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ക്ലോറിൻ മാത്രമല്ല ഉപ്പും കൂടി ഇട്ടിട്ടാണ്. എന്തോ ഒരു പ്രത്യേകത അവർ പറഞ്ഞു. അത് കാരണം തന്നെ ഒരു ഇളം ചൂട് ആയിരുന്നു ഫുൾ ടൈം വെള്ളത്തിന്. സാധാരണ പൂള് പോലെ ആയിരുന്നില്ല. അത് നമ്മളുടെ ബോഡിക്കൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. പൂളിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. സോ ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റൂംസ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഫ്രഷായി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഡിന്നറിനുള്ള ടൈമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. സാലഡുണ്ട്, ഗോബി മഞ്ചൂരി, ചില്ലി പനീർ, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, വെജ് ഫ്രൈഡ് റൈസ്, പ്ലെയിൻ റൈസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പ് ആൻഡ് സ്വീറ്റ് കോൺ വെജ് സൂപ്പ്, പിന്നെ പൊറോട്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:30 ഒരു 8 മണിക്കൊക്കെയാണ് നമ്മൾ ടൈം പറഞ്ഞത്. എല്ലാവരോടും എണീറ്റ് റെഡിയായി നിൽക്കാനായിട്ട്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകും. അതാണ് പ്ലാൻ. ജ്യൂസ് ഉണ്ട്, കോഫി ഉണ്ട്, ടീ, മസാല ടീ, പിന്നെ ബ്രെഡ് ടോസ്റ്റ്, കോൺഫ്ലേക്സ്, ഫ്രൂട്ട്സ് ഉണ്ട്, വേറെ ആപ്പിൾ ഉണ്ട്, ഇവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഹണി പാൻകേക്ക്, ഹൽക്കനൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ദോശ, ചട്നി. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട്, ഇത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ഫ്ലോറാണ്. സോ ഇതൊരു യോഗ ആക്ടിവിറ്റി സ്പേസാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ യോഗ സെഷൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ യോഗ ക്ലാസ്സും സെഷൻസൊക്കെ നടക്കുന്ന ഒരു സ്പേസാണ് ഇത്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അവിടെയാണ് ഞങ്ങളുടെ റൂംസ്. സോ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട് ഞങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത്രയും നടന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനൊക്കെ വന്നത്. കുറച്ചുകൂടിയും വ്യൂ ഉള്ളത് റൂഫ് ടോപ്പിൽ ചെന്നാലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. റൂഫ് ടോപ്പാണ് ഈ ബിൽഡിങ്ങിൻ്റെ. ഹായ്, ഇവിടെ ഒരു ഫൺ സോൺ പോലെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നല്ല കാറ്റാണ്. ഇവിടെ കിടന്നാൽ തന്നെ ഉറങ്ങിപ്പോവും എന്നാണ് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത്. നല്ല കാറ്റ്. അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എന്തോ പെരുന്നാളാണ്. അപ്പം അതിൻ്റെ ആണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് അവിടെ ആൾക്കാർ വെള്ളത്തിലേക്ക് അവർ ഗിയർ ഇട്ടിട്ടുണ്ട്, മറ്റേ സ്വിമ്മിങ്
കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് ചെയ്യാൻ നോക്കട്ടെ. കണ്ടോ, മറ്റേ ഡീപ്പ് ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗിയറൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നേക്കുന്നത്. അത് ട്രെയിനിങ് നടക്കുകയാണ് അവിടെ, കാരണം അത്രയും ഡെപ്തുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ട്രെയിനിങ്ങും ഡീപ്പ് ഡൈവിങ് സെഷൻസ് നടക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഈ ഒരു കുട്ടി ഔട്ടിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.